ചേട്ടാ നമസ്കാരം. നമസ്കാരം. തിരിച്ചടിക്കും എന്ന് പറയുന്നതിന്റെ ഇടയിൽ നമ്മൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കും എന്നുള്ളിടത്തു നിന്നൊരു വലിയ തിരിച്ചടിയിലേക്ക് പോയി. അതിനുശേഷം നമ്മൾ പറഞ്ഞു അല്ല ചിലപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതൊരു ആണവ യുദ്ധമായി മാറും എന്നുള്ള ചർച്ചകളാണ് ഇപ്പോ എല്ലായിടത്തും നടക്കുന്നത്. കാരണം ഈ പാകിസ്ഥാൻ നിരന്തരം ഞങ്ങളെ അനുഭവമുണ്ട്, ഞങ്ങളിട്ട് പൊട്ടിക്കും എന്നാണ് പറയുന്നത്. ഈ അമ്പലപ്പറമ്പിൽ നടക്കുന്ന അടി പോലെയാണ് അവന്മാർ ഈ യുദ്ധത്തിനെ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ തിരിച്ചടിയെ കാണുന്നതെന്നാണ് തോന്നുന്നത്. അപ്പൊ ഈ പാകിസ്ഥാൻ അങ്ങനെ പറയുന്നുണ്ട്. പാകിസ്ഥാൻ മാത്രമല്ല, പാകിസ്ഥാന്റെ ഖവാജ ആസിഫ്, പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി, പിന്നെ മറ്റേ ബിലാവൽ ഭൂട്ടോ അവൻ പറഞ്ഞു. ഷഹബാസ് ഷെരീഫ് മാത്രം മിണ്ടിയിട്ടില്ല. അസീം മാലിക്കും അസീം മുനീറൊക്കെ നേരത്തെ പറയുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് റഷ്യയിലുള്ള പാക് ഹൈക്കമ്മീഷണർ ആയിട്ടുള്ള ഖാലിദ് ജിലാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് അണുബോംബുണ്ട്. ആക്ച്വലി ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയുടെ കയ്യിലും അണുബോംബുണ്ട്, പാകിസ്ഥാന്റെ കയ്യിലും അണുബോംബുണ്ട്. പാകിസ്ഥാനെ പല രാജ്യങ്ങളും ഭയപ്പെടുന്നതും ഈ അണുബോംബ് പാകിസ്ഥാന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോ ആണവ ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക, പാകിസ്ഥാന്. അത് നമ്മുടെ മറ്റേ പൊക്രാനിൽ നടന്ന നമ്മുടെ ആ ഒരു പരീക്ഷണത്തിൽ ഇന്ത്യക്ക് കൊടുത്തിരുന്ന ആ ഒരു ആണവ ഉപരോധം ഇന്ത്യയിൽ നിന്ന് എടുത്ത് മാറ്റി. അത് വലിയ വാർത്തയായിരുന്നു. നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങൾ കൊടുത്താന്തോ തമ്പുരാൻ അറിയാം. അത് കഴിഞ്ഞിട്ട് അതെടുത്ത് പാകിസ്ഥാന്റെ മണ്ടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയം കൂടെയായിരുന്നു. ഇപ്പോ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ ആണവ ബോംബ് പ്രയോഗിക്കും എന്നുള്ളതാണ്. ഈ ഉമ്മാർക്ക് തലയ്ക്കൊരു വെളിവില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു അറ്റകൈ പ്രയോഗം എന്നുള്ള രീതിയിൽ അത് പ്രയോഗിക്കാനും സാധ്യതയുണ്ടെന്ന് ഇരിക്കണം. നമുക്ക് ഭയപ്പെടണ്ടേ അപ്പൊ പാകിസ്ഥാന്റെ ഈ വാചകങ്ങളെ? ഇന്ത്യ അതുകൊണ്ടാണോ തിരിച്ചടിക്ക് ഒന്ന് ബാക്കൗട്ട് അടിച്ച് നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പൊ സജീവമായിട്ട് പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. കാരണം ഈ തലയ്ക്ക് വെളിവുള്ളവനോട് നമുക്ക് രണ്ടടി കൊടുത്ത് അവനെ പിടിച്ച് പോലീസിന് ഇടാം. പക്ഷെ ഒരു ഭ്രാന്തനോട് ഒരിക്കലും നമ്മൾ ഒരു ഫൈറ്റിന് തുനിയില്ലല്ലോ. കാരണം അവന് ഭ്രാന്താണ്, അവൻ എന്തും ചെയ്യാൻ ലൈസൻസ് ഉള്ളത് പോലെയാണ് അവൻ നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. എന്ത് തോന്നുന്നു ഈ കാര്യത്തിൽ? ആണവ ബോംബ് പാകിസ്ഥാന്റെ വെറും വാചക കസർത്ത് മാത്രമാണോ, അല്ലെ യഥാർത്ഥത്തിൽ അവർ സീരിയസ് ആയിട്ട് വാചക കസർത്ത് നടത്തുകയാണോ? അല്ല, നമുക്കത് തമാശയെന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ലോകത്തെ പ്രധാന വൻശക്തികൾക്കെല്ലാം, അമേരിക്കയും റഷ്യയും ചൈനയും ഇന്ത്യയും അടക്കം എല്ലാ വൻശക്തികൾക്കും ആണവായുധങ്ങളുണ്ട്. പക്ഷെ രണ്ട് രാജ്യങ്ങളുടെ കയ്യിലുള്ള ആണവ ആയുധങ്ങളെ കുറിച്ച് ലോകത്തിന് എപ്പോഴും ടെൻഷനാണ്. അതിലൊന്ന് ഉത്തര കൊറിയയാണ്, കിം ജോങ് ഉന്നിന്റെ കയ്യിലിരിക്കുന്ന ആണവായുധത്തെ കുറിച്ചും, മറ്റൊന്ന് പാകിസ്ഥാന്. കാരണം ഇവര് രണ്ടുപേരും രണ്ട് രാജ്യങ്ങളും അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങളല്ല. കാരണം ഈ രാജ്യത്ത് ഒരു വ്യവസ്ഥാപിതമായ ഭരണമല്ല നടക്കുന്നത്. അവരുടെ ഭരണം നടക്കുന്ന കുറെ ഭീകരന്മാരും കുറെ പറയുന്ന മേധാവികളും പട്ടാളക്കാരും പിന്നെ ഇതെല്ലാം കൂടെ കൂടിക്കലർന്ന ഒരു ഭരണം ഇവിടെ അത് തന്നെയാണ് എല്ലാവരും ഭയക്കുന്നത്. കാരണം ഈ പാകിസ്ഥാനെ തകരാതെ നോക്കേണ്ടത് ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളുടെയും കടമയായിരുന്നു ഒരു കാലം വരെ. ഇപ്പോഴും പലരും എന്താ കാര്യം എന്ന് വെച്ചാൽ ചൈനയ്ക്ക് ഇവർ തകരുമോ എന്നുള്ള ഏറ്റവും വലിയ ഭയം അത് തന്നെയാണ്. കാരണം ഇത് തകർന്നു കഴിഞ്ഞാൽ ഈ ആണവ കാര്യങ്ങളും രഹസ്യങ്ങളും മറ്റുമൊക്കെ സ്വാഭാവികമായി തന്നെ ഭീകരരുടെ കയ്യിലെത്തുമോ എന്നൊരു ഭയമുണ്ട്. കാരണം ഇവന്മാർ ആണവായുധം ഉണ്ടാക്കിയത് തന്നെ ഒരു ചതിയിലൂടെയാണ്. അത് മുമ്പൊരിക്കൽ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ്. അപ്പം അത് വിറ്റിട്ട് ഇവന്മാര് ചൈനയ്ക്കും അവർക്കും ഇവർക്കും ഒക്കെ അത് വിറ്റായിരുന്നു ആ രഹസ്യം. അമേരിക്കയുടെ ഇത് അടിച്ചു മാറ്റിക്കൊണ്ടുവന്നിട്ടാണ് ചെയ്തത് മുഴുവൻ. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയാം. ഇപ്പൊ അദ്ദേഹം റഷ്യയിൽ നിന്നാണ് ആണവായുധം ഉപയോഗിക്കും എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉക്രൈന് ആയുധങ്ങൾ സപ്ലൈ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനാണ്, അവർക്ക് ഷോർട്ടേജ് വന്നപ്പോൾ. അപ്പം റഷ്യയുടെ സ്നേഹം എന്തായിരിക്കും എന്നുള്ളത് അറിയാവുന്നതേ ഉള്ളൂ. അപ്പൊ ഏതായാലും ഈ പറഞ്ഞതിനകത്ത് യാഥാർത്ഥ്യമുണ്ട്. ആണവായുധം ഉപയോഗിക്കാൻ അവർക്ക് മടിയില്ല, കാരണം നിക്കക്കള്ളിയില്ലാതെ. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്, അവരത് ഉപയോഗിക്കില്ല എന്ന് തന്നെയാണ് ലോകത്തുള്ള എല്ലാവരും കരുതുന്നത്. അതിന് കാരണം ഇതവർക്ക് വേണമെങ്കിൽ നേരത്തെ ഉപയോഗിക്കാമായിരുന്നു. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് പാകിസ്ഥാനെ വിളിച്ച് പറഞ്ഞത്, നിങ്ങൾ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ നിങ്ങൾക്കെതിരെ അവർ ആണവായുധം മാത്രമല്ല ജൈവ രാസായുധങ്ങൾ ഉൾപ്പെടെ വാരി വിതറും പാകിസ്ഥാന്. പിന്നെ നിങ്ങൾ ഈ ഭൂമുഖത്ത് ഉണ്ടാകില്ല. കാരണം നമ്മളൊരു ആണവായുധം പ്രയോഗിക്കുമ്പോൾ ഒരു രാജ്യത്തെ പരാജയപ്പെടുത്താനാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആണവായുധം കൊണ്ട് ഇന്ത്യക്ക് വലിയ നാശനഷ്ടമൊന്നും സംഭവിക്കില്ല. അവർക്ക് ചിലപ്പം ഒന്നോ രണ്ടോ നഗരങ്ങൾക്ക് അത് വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിന്റെ തിരിച്ചടി മിനിറ്റുകൾക്കുള്ളിൽ സംഭവിക്കും. അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുന്ന തരത്തിലേക്കായിരിക്കും. കാരണം അവര് ഇതെല്ലാം കൂടെ ആയിരിക്കും, ജൈവ രാസ അണുവായുധങ്ങളെല്ലാം. കാരണം അവർക്ക് വളരെ ശക്തമായ നാവിക സേനയുണ്ട്. കടലിൽ നിന്നും കരയിൽ നിന്നും ആകാശത്ത് നിന്നും അവരെല്ലാം കൂടെ വാരിയിട്ട് അലക്കിയിട്ട് പോകുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് കാര്യം മനസ്സിലായത്, മാറിയത്. ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് ഈ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം നമ്മുടെ വിംഗ് കമാൻഡറെ അവർ തടവിൽ വെച്ചപ്പോഴും ഇതേപോലെ ട്രംപ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന് കൊടുത്തു എന്നാണ് പറയുന്നത്. കാരണം കറാച്ചി
ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ നാവികസേന ഉൾപ്പെടെയുള്ളവരെല്ലാം സജ്ജമായിരുന്നു. അതായത് ഈ നമ്മൾ കൊടുത്ത ടൈം ലിമിറ്റിനകം ഈ പറയുന്ന നമ്മളുടെ ഈ വർദ്ധമാനെ വിട്ടുകിട്ടിയില്ലെങ്കിൽ ഭസ്മമാക്കും, ഇല്ലെങ്കിൽ കറാച്ചി തകർത്ത് കളയും എന്നൊരു മുന്നറിയിപ്പ് നരേന്ദ്രമോദി ട്രംപിന് നൽകിയിരുന്നു. ട്രംപിൽ ഇടപെടാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരെ 100 വർഷം പിന്നിലേക്ക് അടിക്കും, ഈ 100 വർഷം പിന്നിലേക്ക് അടിക്കും എന്ന് ഈ നരേന്ദ്രമോദി പറഞ്ഞതിന് കാരണം എന്താണെന്ന് ധനുഷ് മനസ്സിലായോ? ഒരു ആണവ ദുരന്തം ഇല്ലെങ്കിൽ ഒരു വലിയ ജൈവ ദുരന്തം ഉണ്ടായാൽ അതിന് റിക്കവർ ചെയ്ത് കയറി വരാൻ 100 വർഷം എടുക്കും. അതാണ് ആ ഉം, കണക്ക്. ഈ 100 വർഷം 100 വർഷം എന്ന് പറഞ്ഞ് ചുമ്മാ തള്ളിയിട്ട് പഞ്ച് ഡയലോഗ് അല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വളരെ ഉം, സയന്റിഫിക് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം 100 വർഷം എടുക്കും, 100 വർഷം പോരാ, അതിലേറെ എടുക്കും അത് റിക്കവർ ചെയ്ത് തിരിച്ചു വരാം. നമ്മൾ കണ്ടതാണ് ഹിരോഷിമയിലും നാഗസാക്കിലും ഒക്കെ കണ്ട കാര്യങ്ങളാണ്. അപ്പം ഉം, അതുപോലെ തന്നെയാണ് ഈ 100 വർഷം പിന്നിലേക്ക് ഞങ്ങൾ അവൻ അടിക്കുമെന്ന് പറയുകയും അതിനുശേഷം ഈ ട്രംപ് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു, എത്രയും പെട്ടെന്ന് പ്രശ്നം സോൾവ് ചെയ്ത് അയാളെ വിട്ടുകൊടുക്കും, ഇല്ല പണി പാടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഇതിലേക്ക് മുതിരില്ല. പക്ഷെ ഇവിടെ ഒരു അപകടം മണക്കുന്നുണ്ട്. കാരണം ഇത് പാകിസ്ഥാനിൽ ഇപ്പൊ നടക്കുന്ന ഈ ബലൂജ് പ്രവിശ്യയിൽ നടക്കുന്ന ഒരു വലിയ ആഭ്യന്തര യുദ്ധമാണ്. കത്വ മേഖലയിലും സോറി ഖൈബർ പക്തൂൺ മേഖലയിലും അത് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ശിഥിലമാകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നുകിൽ സൈന്യത്തിലെ ഒരു ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് ഈ ആണവായുധങ്ങൾ അടക്കം അതിന് നിയന്ത്രണം അടക്കം പോവുകയോ, ഇല്ലെങ്കിൽ ഭീകരവാദികൾ നിയന്ത്രിക്കുന്ന ഒരു സൈനിക വിഭാഗത്തിന്റെ അടുത്തേക്ക് ഈ ആണവായുധങ്ങൾ പോവുകയോ ചെയ്ത് അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവർക്ക് വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവരായതുകൊണ്ട് എന്തും ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഈ സമീപകാലത്ത്, അതായത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടക്കുന്ന ഒരു സംഭവം, പാകിസ്ഥാനിലെ സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയെ കുറച്ചൊക്കെ തണുപ്പിക്കാൻ ഒരു നീക്കം അവിടെ നടക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ സൈന്യത്തിനിടയിൽ തന്നെ വലിയ ഒരു ക്ലാഷ് അതിൽ നടക്കുന്നുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നാണ് എന്ന് തോന്നുന്നു ISIയുടെ മുൻ മേധാവി അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരുന്നു. അദ്ദേഹം അതിൽ പറയുന്നത് ഇന്ത്യയിലെ പൽഗാമിൽ ഭീകരാക്രമണം നടത്താനുള്ള തീരുമാനമെടുത്തത് മുനീറിന്റെ ഒരൊറ്റ ഡിസിഷൻ ആയിരുന്നു. അന്ന് പാകിസ്ഥാന്റെ സൈനിക ഉദ്യോഗസ്ഥരെല്ലാം പറഞ്ഞു അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് മുനീർ അത് കേട്ടില്ല. മുനീർ ചൈനയുമായി ചർച്ച നടത്തിയിട്ട് മുനീറിന് അവിടെ അധികാരം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തതെന്നാണ് മുൻ ISI മേധാവിയാണ് പറയുന്നത് ഉം, കേട്ടോ. ഉം, അത് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അത് മാറ്റിയെടുത്തുകൊണ്ട് മുഴുവൻ പാകിസ്ഥാനെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ISIയുടെ മേധാവിയെ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ISIക്ക് ഉം, എതിർപ്പുണ്ടായിരുന്നു ഈ മുനീറിന്റെ ഈ പോക്കില്. കാരണം ഇന്ത്യയെ ഇങ്ങനെ ഉം, ആക്രമിച്ചു കഴിഞ്ഞാൽ ചൊറിഞ്ഞ് പണി മേടിക്കരുത്, കാരണം പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ വളരെ തകരാറിലാണ്, ഇപ്പൊ തന്നെ മോശം ഇമേജ് ഉം, ആണ്, അങ്ങനെ പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ മുനീറിന്റെ അത്യാർത്ഥിയാണ് ഇത് സംഭവിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഉം, ആ രംഗം തണുപ്പിക്കാനും ഇന്ത്യയുമായി കുറച്ചുകൂടെ അടുത്ത് സംസാരിക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ISIയുടെ പുതിയ നേതാവ് വരുന്നത്. അതായത് ഇപ്പൊ തന്നെ ഷെഹ്ബാസ് ഷെരീഫിന് വലിയ റോളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ പ്രധാനമന്ത്രി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മുനീറിനെ കുറിച്ച് വിവരങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൺട്രോളിലേക്കാണ് ഇനി ഈ ആഭ്യന്തര യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പം ഒരു സംയമനത്തോടെ പോകാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണെന്നാണ് പറയുന്നത്. അതായത് അധികാരമോഹി തന്നെയാണ്, പക്ഷെ മറ്റേതുപോലെ അല്ലെന്ന് അദ്ദേഹം ആരാ പറയുന്നത്, ISIയുടെ മുൻ അധ്യക്ഷൻ തന്നെയാണ് ഈ പറയുന്നത്. ചാരസംഘടന മുൻ അധ്യക്ഷനായിരുന്ന ഉം. വ്യക്തിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ ടുഡേയിലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓക്കെ. അവിടെ നിന്നാണ് ലേഖനം വായിച്ചിരിക്കുന്നത്. അപ്പോ ആണവായുധം ഉപയോഗിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം ഈ ഇരിക്കുന്നിടം കുഴിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പം ഒരു ആവേശത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്കറിയാം റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് 3 വർഷത്തിനടുത്തെത്തുന്നു. അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. ഇല്ലെങ്കിൽ എത്രയോ രാജ്യം, നമ്മുടെ ദക്ഷിണ കൊറിയ ഉത്തര കൊറിയയും തമ്മിൽ എപ്പോഴും അടിയാണ്. ആ അടിയുടെ ഇടയ്ക്ക് ഈ കിം ജോൺ ഉന്നിന് പോലും തോന്നിയിട്ടില്ല അങ്ങനെ ഒരെണ്ണം ഉപയോഗിക്കണം. തോന്നാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ കൈവിട്ട് പോയ സാധനം പിന്നെ തിരിച്ചെടുക്കുക പ്രയാസകരമായിരിക്കും. അത് ലോകത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ചെറുതായിരിക്കില്ല. ഇപ്പൊ ഉത്തര കൊറിയയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ അതിനൊരു വലിയ തിരിച്ചടി തന്നെ കൊടുക്കും. കാരണം ഇത് ലോകത്തിന് മുഴുവൻ ഒരു വിപത്തായി മാറും അങ്ങനെ നിൽക്കും. പാകിസ്ഥാൻ ഒരിക്കലും അത് ചെയ്യില്ല. പാകിസ്ഥാൻ ഇപ്പൊ ചെയ്യുന്നത് ഈ ടെൻഷൻസ് ഒന്ന് കുറയ്ക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട് മനുഷ്യ, പാകിസ്ഥാന്റെ നേതാക്കളും മറ്റും പറയുന്ന കാര്യത്തിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിലനിൽക്കണ്ടേ. കാരണം ഇന്നിപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് അവിടുത്തെ ഒരു MP യുടേതായിട്ട് പുറത്തു വന്നിരിക്കുന്നു. ആ MP യോട് മാധ്യമപ്രവർത്തനം ചെയ്യുന്നു, യുദ്ധമുണ്ടായാൽ നിങ്ങൾ പിന്നെ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് പോകുമോ യുദ്ധം ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ ആ MP പറയുന്നത്, ഇല്ല ഞാൻ അപ്പോഴേ തന്നെ ലണ്ടനിലേക്ക് പോകും, ഞാനങ്ങ് ഇതിൽ പെട്ട് കിടക്കത്തൊന്നുമില്ല ഈ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ. പക്ഷെ നേരെ മറിച്ച് കർണാടകത്തിൽ ഉം, കോൺഗ്രസിന്റെ ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എന്നെ ഒരു ഉം, ചാവേറാക്കി ഇന്ത്യൻ സൈന്യം വിടുകയാണെങ്കിൽ, അതായത് എന്റെ ദേഹത്ത് ബോംബൊക്കെ കെട്ടിവെച്ച് എന്നെ പാകിസ്ഥാനിലേക്ക് വിടുകയാണ്, ഞാൻ പൊട്ടിത്തെറിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജനപ്രതിനിധികളുടെ മാനസികാവസ്ഥ ഇതാണ്. കോൺഗ്രസിന്റെ MP ആണ്, BJP യുടെ സോറി കോൺഗ്രസിന്റെ മന്ത്രിയാണ്. BJP യുടെ ആണ് പിന്നെ നമുക്ക് കരുതാം, അവരുടെ സ്റ്റാൻഡ് അതാണല്ലോ. പക്ഷെ ഇത് അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി തന്നെ അവരത് പറഞ്ഞേ പറ്റൂ. കാരണം ഒരു ജനതയ്ക്ക് ധൈര്യം കൊടുക്കണം. ഇപ്പൊ പാകിസ്ഥാന്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ധനുഷ് ശ്രദ്ധിച്ചോ, അവരുടെ സ്റ്റേറ്റ്മെന്റുകളെല്ലാം അവർ പറയുന്ന ഒരു കാര്യമാണ്. ഏതാ? ആണവായുധം പ്രയോഗിക്കും എന്ന് മാത്രമാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് അതെ. അറിയാം അവർ പറയുന്നത്? പാക് സൈന്യത്തിനകത്ത് പാക് ജനതയ്ക്ക് വിശ്വാസമില്ല. ഇവർ ഈ മിസൈൽ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ അവർ ഒരു മിസൈൽ പരീക്ഷണം നടത്തി, 450 കിലോമീറ്റർ ദൈർഘ്യമാണ്. ഞാൻ ഇന്നലെ രാത്രിയിൽ അതിന്റെ ഡീറ്റെയിൽസുകൾ വന്നപ്പോൾ ഇന്ത്യയെ അറിയിച്ചതിന് ശേഷമാണ് ഈ പരീക്ഷണം നടന്നത്. കാരണം അങ്ങനെ ഒരു നോംസ് ഉണ്ട്. ഉം. അതായത് ഒരു രാജ്യം പരീക്ഷണം നടത്തുമ്പോൾ അയൽപക്കത്തുള്ള എല്ലാ രാജ്യങ്ങളെയും അറിയിക്കണം, ഞങ്ങൾ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നു എന്ന്. അത് ഓൾറെഡി ഇന്ത്യ നേരത്തെ അറിയിച്ചിരുന്ന പരീക്ഷണമാണത്. അല്ലാതെ ഇന്ത്യയോടുള്ള വൈരാഗ്യം, പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ആരോ വാർത്ത കൊടുത്തിട്ടില്ല. ഇന്ത്യ അറിയിച്ചുകൊണ്ടാണ് ആ പരീക്ഷണം നടന്നിരിക്കുന്നത് നേരത്തെ തന്നെ. നമ്മുടെ ഡ്രില്ല് നടക്കുമ്പോഴും നമ്മൾ അവരെ അറിയിക്കുന്നുണ്ട്, അവരുടെ ഡ്രില്ല് നടന്നപ്പോഴും അറിയിക്കുന്നുണ്ട്. പക്ഷെ നാവികസേന പറഞ്ഞു ഞങ്ങളുടെ ഡ്രില്ല് ഇന്ന് ഉച്ചകൊണ്ട് തീരും, നിങ്ങൾ ഡ്രില്ലൊക്കെ നടത്തിക്കുക, പക്ഷെ അനാവശ്യമായിട്ട് ഇങ്ങോട്ടാണ് ഉം. കേരളത്തിലെ തകർത്ത് കളയുമെന്ന് കൃത്യമായി തന്നെ നമ്മുടെ നാവികസേന പറയുകയും അതെ ചെയ്തിട്ടുണ്ട്. അതെ അതെ. അപ്പൊ ഇതെല്ലാം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അപ്പം ഈ മിസൈൽ പരീക്ഷണം എന്ന് പറയാം, പക്ഷെ ഇതിനകത്ത് അവരുടെ സാങ്കേതിക പരിജ്ഞാനം അറിയാവുന്നതുകൊണ്ടായിരിക്കും ഇന്ത്യയിൽ വലിയ പ്രതികരണം നടത്തിയില്ല. അവര് മിസൈൽ വിടുകയോ ഉം. പൊട്ടുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. പക്ഷെ അവിടുത്തെ ജനതയ്ക്ക് പോലും അവിടുത്തെ സൈന്യത്തിൽ വിശ്വാസമില്ല. ഇവർ ഈ പറയുന്നതൊക്കെ അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുമ്പോൾ പറയും ഇന്ത്യയെ നോക്ക്, നിങ്ങൾ വിചാരിക്കുന്നതൊക്കെയല്ല, ഇന്ത്യയാണ് അവരുടെ രാജ്യക്കാർക്ക് വിശ്വാസം സൈനിക ബലത്തിന്റെ കാര്യത്തിൽ. അപ്പൊ പിന്നെന്താണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന അവസാന വജ്രായുധത്തെ കുറിച്ചല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അനുഭവം ഉണ്ടെന്ന് അതെ. പറഞ്ഞാൽ അവിടുത്തെ ജനം വിശ്വസിക്കും. കാരണം അവരങ്ങനെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അനുഭവം ഉണ്ട്. ഇനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സത്യം നമുക്കറിയില്ല. അങ്ങനെ ഒരു കാരണം ഇത് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള ചെറിയൊരു കാര്യങ്ങളൊന്നും അല്ല ഈ അനുഭവം ഉണ്ടാക്കുന്നത്. നമ്മൾ ഉം. 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 ഗുണ്ടുണ്ടാക്കുന്ന പോലെ പറ്റത്തില്ലല്ലോ, അതിന് ഒരുപാട് പ്രക്രിയകൾ വേണം. നമ്മൾ അറിയാം, ഇറാനൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് തന്നെ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരാണ്. അപ്പോ ഇനി ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. എന്നാലും അവിടുത്തെ ജനത മുഴുവൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് അനുഭവം ഉണ്ടെന്ന്. പക്ഷെ ഉം. ആ ജനതയിൽ ഒരു വിഭാഗത്തിന് നന്നായി അറിയാം യുവമാരെങ്ങനെ അനുഭവം വിട്ടാൽ അവരെല്ലാം കൂടെ അവർ വാരി വലിച്ചിട്ട് പോകുന്നു. കാരണം ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്തെ ഇവരുടെ ഒരു അറ്റാക്ക് കൊണ്ട് അത് ശരിയായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുകയില്ല. അപ്പൊ അതൊരു അനുഭവം ഉം. ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പകരം എനിക്ക് തോന്നുന്നത് ബലൂചിസ്ഥാൻ, അവിടുത്തെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇനിയിപ്പോ അവർക്ക് കൊച്ച എന്ന് പറയുന്ന സ്ഥലമുണ്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ. ആ കൊച്ച കൂടി പിടിച്ചെടുത്തു ഉം. കഴിഞ്ഞാൽ, പിടിച്ചെടുക്കുകയാണെങ്കിൽ കൊച്ചയിൽ ബലൂചിസ്ഥാൻ സേന കയറി പിടിച്ചെടുത്ത് കൊടിനാട്ടി അവർ അവിടെ അധികാരം സ്ഥാപിച്ചാൽ ഒരു കാര്യം ധനുഷ് ഉറപ്പാക്കാം, ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായി വരും എന്നുള്ള കാര്യത്തിൽ. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഉം. പാശ്ചാത്യ കാശ്മീരിന്റെ കുറച്ചധികം സ്ഥലം ഇന്ത്യയുടെ ഭാഗത്തേക്കും നീങ്ങാം. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ നമ്മുടെ ഒരു ചിക്കൻ നെക്ക് ഉണ്ട്, ബംഗ്ലാദേശിലുള്ള ചിക്കൻ നെക്ക് അല്ല, പകരം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ജമ്മു കാശ്മീരിലുള്ള ചിക്കൻ നെക്ക് ഉണ്ട്. ഉം. അവിടെ ഉം. ഇന്ത്യ പിടിച്ചെടുക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അതൊക്കെ ഉം. തന്നെയാണ് നടക്കുന്നത്. പിന്നെ പാകിസ്ഥാനിലെ ഈ തീവ്രവാദ ഫാക്ടറികളുണ്ട്. മുമ്പൊക്കെ പാക് അധിനിവേശ കാശ്മീരിലെ തീവ്രവാദ ഫാക്ടറികളായിരുന്നു ഇന്ത്യ ലക്ഷ്യം വെച്ചതെങ്കിൽ ഇത്തവണത്തെ ലക്ഷ്യം അത് മാത്രമല്ല, ലാഹോറിലും റാവൽപിണ്ടിയിലും ഒക്കെയുള്ള തീവ്രവാദ ഫാക്ടറികളും. അതുകൊണ്ടാണല്ലോ ഈ മദ്രസകളൊക്കെ ഇമാർ കൂട്ടത്തോടെ പൂട്ടുന്നത്. 1000 മദ്രസകളാണ് പിഒക്കെ പൂട്ടിയത്. 10 ദിവസത്തെ ചൂട് കാരണം ഉം. അവധി കൊടുത്തെന്നാണ് അവർ പറയുന്നത്. പാകിസ്ഥാനിൽ 425 മദ്രസകൾ കൂട്ടി. അപ്പൊ എന്തുകൊണ്ടാണ് മദ്രസകൾ കൂട്ടുന്നത് ഉം. വെച്ചാൽ അവർക്ക് തന്നെ അറിയാം ഈ മദ്രസകൾക്ക് എന്ത് ചെയ്തിട്ട് ആക്രമണം ഉണ്ടാകുമെന്ന്. കാരണം ഇതൊക്കെ ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ഭീകര കേന്ദ്രങ്ങളാണെന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവർക്ക് തന്നെ അറിയാം ഇത് എവിടൊക്കെയാണ് അടി വരുന്നത്. ഇനി അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ ഇന്ത്യയെ അടിക്കുന്നത് മാത്രമേ അവർക്ക് അറിയാത്തതായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഉം. മുന്നൊരുക്കം വ്യക്തമാക്കുന്നത്, അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേയിലൊക്കെ നമ്മൾ നടത്തിയ യുദ്ധ വിമാനങ്ങളുടെ ഒരു അഭ്യാസ പ്രകടനമൊക്കെ കാണുമ്പോൾ ലോകം കരുതുന്നത് ഇത് വലിയൊരു ശക്തമായ അടിയിലേക്ക്, ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് പോലും ഭയപ്പെടുന്നുണ്ട്. മുമ്പ് നരേന്ദ്രമോദി ഉം. പറഞ്ഞതുപോലെ ഞങ്ങൾ ഇനി ഒരു അറ്റാക്ക് ചെയ്താൽ അവരെ 100 വർഷം പിന്നിലേക്ക് തള്ളി വിടുമോ എന്നാണ് ഇപ്പൊ ലോകം ഭയക്കുന്നത്. അതിനൊരു അതെ വഴിമരുന്നും അതെ അതെ. പാകിസ്ഥാൻ എന്തായാലും ഇട്ട് തരില്ല എന്ന് തന്നെ കരുതാം. കാരണം പാകിസ്ഥാൻ ഉം. അങ്ങനെ ഉം. ഇട്ട് ഉം. കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ല. അതാണ് അവരുടെ ഒരു അവസ്ഥ. അത് അവർക്ക് നന്നായി അറിയാം. പിന്നെ ഞാൻ ഈ പറഞ്ഞൊരു പോസിബിലിറ്റി ഉണ്ട് അതിന്. കാരണം ഇത് ഈ തീവ്രവാദികൾ നയിക്കുന്ന ഏതെങ്കിലും ഒരു പട്ടാള വിഭാഗത്തിന്റെ കയ്യിലേക്ക് ഈ സാധനം പോകും. കാരണം അവിടെയൊക്കെ പട്ടാളത്തിൽ വിഭാഗങ്ങളെന്നേ പറയാൻ പറ്റുള്ളൂ. മുനീർ ഗ്രൂപ്പ്, ഇപ്പൊ കയറിയിരിക്കുന്ന ISIയുടെ ഗ്രൂപ്പ്, പിന്നെ ചില മതപണ്ഡിതന്മാർ നിയന്ത്രിക്കുന്ന ചില സൈനിക ഗ്രൂപ്പുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല പല ഗ്രൂപ്പുകളുണ്ട്. ഉം. ഉം. അപ്പൊ ഉം. ഇതിനകത്ത് ഏത് ഗ്രൂപ്പിന്റെ കയ്യിൽ കിട്ടിയാൽ എന്താകും അവസ്ഥ എന്ന് അറിയില്ല. പക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്.